സെക്യൂരിറ്റി അനാലിസിസ് എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞൊരു പോർഷനാണ്. ഇപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസിന് ശേഷം നമ്മൾ പോർട്ട്ഫോളിയോ അനാലിസിസിന് ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ടെക്നിക്കാണ് ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസിനെ പറ്റിയിട്ട് ബ്രീഫ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് പാസ്റ്റ് പ്രൈസ് മൂവ്മെൻറ്റ്സ് വെരിഫൈ ചെയ്തിട്ട് നമ്മുടെ ഫ്യൂച്ചർ പ്രൈസ് മൂവ്മെൻറ്റ്സ് ഫോർകാസ്റ്റ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഈ പറയുന്ന ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്കൊരു സെക്യൂരിറ്റിയുടെ പ്രൈസ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആ സെക്യൂരിറ്റിയുടെ പ്രൈസ് പാറ്റേൺ എങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ പ്രൈസ് കൂടിയും കുറഞ്ഞും എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽസ് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് ആ സെക്യൂരിറ്റി ഏത് രീതിയിലായിരിക്കും അതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ള കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന മാർക്കറ്റിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ട്രേഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് അതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ്സ് നമുക്ക് ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ആ സെക്യൂരിറ്റിയുടെ ഫ്യൂച്ചർ പ്രൈസ് മൂവ്മെൻറ്റ്സ് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു തിയറി അല്ലെങ്കിൽ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്യൂരിറ്റി അനാലിസിസ് ടൂള് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് ദ മാർക്കറ്റ് ഡിസ്കൗണ്ട്സ് എവറിത്തിങ്. The securities price reflect market participants' hopes and anxieties and insider informations. അപ്പോൾ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത് ആ മാർക്കറ്റിൽ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഓരോ സെക്യൂരിറ്റിയുടെ പ്രൈസും എന്താ പറയുക, ആ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ഹോപ്പ്, അതുപോലെ അവരുടെ ആങ്സൈറ്റീസ്, അതുപോലെ മറ്റ് പല കാര്യങ്ങളെയും റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് പ്രൈസ് ഓഫ് എ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാർക്കറ്റ് എപ്പോഴും, അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് എപ്പോഴും ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന സ്റ്റോക്ക് പ്രൈസസ് ഓൾവേസ് ഫോളോസ് എ ട്രെൻഡ് വിത്ത് സ്മോൾ എക്സെപ്ഷൻസ്. പ്രൈസ് മേ ഓൾസോ ജനറേറ്റ് എ പാറ്റേൺ. എപ്പോഴും ഓരോ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസും ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലത് അപ്വേർഡ് ആയിരിക്കും, ചിലത് ഡൗൺവേർഡ് ആയിരിക്കും, ചിലത് ഒരു സിങ്സാങ് പാറ്റേൺ ആയിരിക്കും, ചിലത് കൂടിയിട്ടും കുറഞ്ഞിട്ടും, അങ്ങനെ പല രീതിയിലുള്ള പാറ്റേൺസ് ഫോർമേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് പ്രൈസ് ഓഫ് എ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന പാറ്റേൺസ് അല്ലെങ്കിൽ ട്രെൻഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ അപ്വേർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡൗൺവേർഡ് ആയിരിക്കാം. അപ്പോൾ ഈ ഒരു ടെൻഡൻസി എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മാർക്കറ്റിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ അപ്വേർഡ് നിൽക്കുന്ന ഒരു സെക്യൂരിറ്റി എല്ലാ കാലത്തും അപ്വേർഡ് ആയിട്ടില്ല ഉണ്ടാവുക. അത് കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിൻ്റെ പ്രൈസ് ഒരു പീക്ക് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ആൾക്കാർ ആ സെക്യൂരിറ്റീസ് സെയിൽ ചെയ്യാൻ തുടങ്ങും. സെയിൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സെക്യൂരിറ്റീൻ്റെ പ്രൈസ് എന്ത് ചെയ്യാൻ തുടങ്ങും, ഡൗൺ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈസ് കുറയും. അപ്പോൾ ട്രെൻഡ് വിൽ ബി ഡൗൺവേർഡ് ട്രെൻഡായിട്ട് മാറും. ആൻഡ് ഈ ഡൗൺവേർഡ് ആയിട്ട് ഇരിക്കുന്ന സെക്യൂരിറ്റി എല്ലാ കാലത്തും അങ്ങനെ ഡൗൺവേർഡ് ഇരിക്കുകയല്ല ചെയ്യുക. കുറേ സമയം കഴിയുന്ന സമയത്ത് വീണ്ടും ഈ സെക്യൂരിറ്റിയുടെ പ്രൈസ് എന്തായിട്ട് മാറും, അപ്വേർഡ് ട്രെൻഡായിട്ട് മാറും. അപ്പോൾ ഈ ഒരു സംഭവമാണ് നമ്മുടെ ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് ആസ് എവ്രി വൺ നോസ്. അപ്പോൾ നമുക്കറിയാം ഹിസ്റ്ററി എന്ന് പറയുന്നത്, ചരിത്രം എപ്പോഴും എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് എല്ലാ ആൾക്കാരുടെ മനസ്സിലുമുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഈ ഹിസ്റ്ററി റിപ്പീറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു റേസിംഗ് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈക്കോളജി എപ്പോഴും എന്താണ്, കൂടുതൽ സെക്യൂരിറ്റീസ് വാങ്ങാനായിട്ടുള്ള ഒരു ടെൻഡൻസി ആൾക്കാർക്ക് ഉണ്ടായിട്ട് വരും. അതായത് ഒരു സെക്യൂരിറ്റിയുടെ പ്രൈസ് സ്ലൈറ്റ്ലി അപ്വേർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെക്യൂരിറ്റി പിന്നെയും ആൾക്കാർ വാങ്ങുമ്പോൾ വീണ്ടും അതിൻ്റെ പ്രൈസ് എന്ത് ചെയ്യാൻ തുടങ്ങും, അപ്വേർഡായിട്ട് വരും. അങ്ങനെ അതൊരു പീക്ക് സ്റ്റേജിലെത്തുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും, വീണ്ടും ദ സെയിം തിങ് ഈസ് ഹാപ്പൻ. അപ്പോൾ ഈ ഒരു പ്രൈസ് മൂവ്മെൻറ്റ്സ് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മാർക്കറ്റിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പറയണത് അപ്വേർഡ് ട്രെൻഡ്, ഡൗൺവേർഡ് ട്രെൻഡ് എന്നൊക്കെ മാർക്കറ്റിൽ ഒക്കോർ ചെയ്യുന്ന ഡിഫറെൻറ്റ് ട്രെൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ടെക്നീഷ്യൻസ് അവരെപ്പോഴും എന്താണ്, ഹിസ്റ്റോറിക്കൽ പ്രൈസസ് എപ്പോഴും നമുക്ക് ഫ്യൂച്ചർ പ്രൈസിനെ ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു വെപ്പണാണ്, അല്ലെങ്കിൽ ഒരു ടൂളാണെന്ന് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു സെക്യൂരിറ്റീനെ തന്നെ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മളൊരു സെക്യൂരിറ്റീൻ്റെ പ്രൈസസ് വാച്ച് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഫ്യൂച്ചർ പ്രൈസസ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ പറയുന്ന സപ്ലൈയും ഡിമാൻഡുമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രൈസ് ക്രിയേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് അതല്ലാതെ ഒരുപാട് ഫാക്ടേഴ്സ് പ്രൈസിനെ
റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സപ്ലൈയും ഡിമാൻഡുമാണ് മെയിൻ കോസസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം, അതായത് കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് വാച്ച് ചെയ്യുന്ന ഒരു മാർക്കറ്റ് ടെക്നീഷ്യന് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഫ്യൂച്ചർ പ്രൈസ് ഏകദേശം അക്യുറേറ്റ് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സംഭവമാണ് ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ പറയുന്നത്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസിന് കുറച്ച് അഡ്വാൻറ്റേജസ് ആൻഡ് ഡ്രോബാക്സ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് എപ്പോഴും എന്താണ് മെറിറ്റായിട്ട് പറയുന്നത് പ്രൈസിലാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. ബാക്കി അതർ ഫാക്ടേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് പ്രൈസിനെ ഫോക്കസ് ചെയ്യുന്നൊരു മെത്തേഡാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് നമുക്കെപ്പോഴും ട്രെൻഡിനെ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ട്രെൻഡ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ പ്രൊവൈഡ് വാല്യുബിൾ ഇൻഫർമേഷൻ, എപ്പോഴും കമ്പനീനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റോക്കിനെ കുറിച്ചിട്ടോ ഏറ്റവും നല്ല ഇൻഫർമേഷൻസ് നമുക്ക് ടെക്നിക്കൽ അനാലിസിസിനകത്ത് നിന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു സെക്യൂരിറ്റി അനാലിസിസ് മെത്തേഡാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഡ്രോബാക്സ് ആയിട്ട് പറയുന്നത് ഇതിന് ആക്യുറസി വളരെ കുറവാണ്. കാരണം നമ്മൾ ബേസ് ചെയ്യുന്ന ഒരേ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് പ്രൈസാണ്. അപ്പോൾ പ്രൈസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടെക്നിക്കൽ അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ അതിന് നമ്മൾ കമ്പനീനെ കുറിച്ചിട്ടോ ഇൻഡസ്ട്രീനെ കുറിച്ചിട്ടോ എക്കണോമിനെ കുറിച്ചിട്ടോ യാതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് ആക്യുറസി ലെവൽ ഭയങ്കര കുറവാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ പാസ്റ്റ് പ്രൈസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ പാസ്റ്റ് പ്രൈസിനെ നമ്മൾ 100% ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ എപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ അതൊരു പ്രശ്നമാണ്. പിന്നെ അതേപോലെ ഒരുപാട് ഇൻ്റർപ്രിട്ടേഷൻസ് നമുക്ക് ഒരേ കാര്യത്തിൽ തന്നെ വരാനൊരു സാധ്യതയുണ്ട്. ഓക്കെ, കാരണം അത് നോക്കുന്ന ആളെ മെൻറ്റാലിറ്റി അനുസരിച്ചിട്ട് പല ഇൻ്റർപ്രിട്ടേഷൻസ് മേ ബി എന്തിനു വരാറുണ്ട്, ടെക്നിക്കൽ അനാലിസിസിൽ വരാറുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ നോക്കുന്നത് മെത്തേഡ്സ് ആൻഡ് ടൂൾസ് യൂസ്ഡ് ഇൻ ടെക്നിക്കൽ അനാലിസിസ് ആണ്. ടെക്നിക്കൽ അനാലിസിസിൽ മെയിനായിട്ടും നമ്മൾ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ കുറേ ചാർട്ട്സും അതേപോലെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ആൻഡ് വളരെ സ്ലൈറ്റായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിൽ മേജറായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? സ്റ്റോക്ക് ചാർട്ട്സിനെയാണ്. അപ്പോൾ 2 തരം ടെക്നിക്സാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത്. ഒന്ന് സ്റ്റോക്ക് ചാർട്ട്സ് ആണ്, രണ്ടാമത്തത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആയിട്ട് കുറച്ച് ചെറിയ ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റോക്ക് ചാർട്ട്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ടെക്നീഷ്യൻസ് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈ പറയുന്ന സ്റ്റോക്ക് ചാർട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ചാർട്ട്സ് എപ്പോഴും ഭയങ്കര സിമ്പിളായിരിക്കും ആൻഡ് അത് വളരെ എഫക്റ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. നമുക്കൊരു കാര്യം കൃത്യമായിട്ട് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വേ ആണ് പിക്ചറൈസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നമ്മളൊരു കാര്യം തിയററ്റിക്കലി പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും ആൾക്കാരുടെ മനസ്സിലേക്ക് കയറി നമ്മളതിനൊരു പിക്ചറായിട്ട് അവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് അത് കുറച്ചുകൂടി എളുപ്പമായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ അതുതന്നെയാണ് ഈ സ്റ്റോക്ക് ചാർട്ട്സിൻ്റെയും ഏറ്റവും വളരെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അത് ഭയങ്കര സിമ്പിളാണ് ആൻഡ് ഈ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് ടെക്നിക്കൽ അനാലിസിസിൽ പറയുന്നതും സ്റ്റോക്ക് ചാർട്ട്സ് ആണ്. അപ്പോൾ ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഡാറ്റ മേക്സ് ഇറ്റ് ഈസി ഫോർ ദ ഇൻവെസ്റ്റർ ടു ഡിറ്റർമിൻ ദ പ്രൈസ് ട്രെൻഡ്. അപ്പോൾ ഓരോ പർട്ടിക്കുലർ സെക്യൂരിറ്റിയുടെയും ഒരു പ്രൈസ് ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്കതൊരു ചാർട്ടായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതിനനുസരിച്ച് ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ ചാർട്ട്സിന് മറ്റു പല ഉപയോഗങ്ങൾ പറയുന്നുണ്ട്. ഐഡൻറ്റിഫൈസ് ദ കറൻറ്റ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ട്രെൻഡ് മനസ്സിലാക്കാനായിട്ട് പറ്റും. ബൈ പ്രൊജക്ഷൻ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് മാർക്കറ്റ് ലൈക്ലി ഫ്യൂച്ചർ ആക്ഷൻ. അപ്പോൾ ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഷോസ് ദ ഹിസ്റ്റോറിക്കൽ മൂവ്മെൻറ്റ് ഓഫ് ദ പാസ്റ്റ്. കഴിഞ്ഞ കുറേ കാലങ്ങളിലുള്ള പ്രൈസ് മൂവ്മെൻറ്റ്സ് കൃത്യമായിട്ട് ഷോ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്നത് സപ്പോർട്ട് ആൻഡ് ഓപ്പോസിഷൻ സ്റ്റേജസ്, അതായത് നമ്മുടെ സെക്യൂരിറ്റി അനാലിസിസിൽ പറയുന്ന 2-3 ടേംസാണ് ഈ സപ്പോർട്ട് ലൈൻസും അതുപോലെ ഓപ്പോസിഷൻ ലൈൻസ് ഒക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ചാർട്ട്സാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ സ്റ്റോക്ക് ചാർട്ട്സിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന 3 തരം ചാർട്ട്സുകളാണുള്ളത്. അപ്പോൾ അതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ലൈൻ ചാർട്ടാണ്. ലൈൻ ചാർട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ളൊരു ചാർട്ടാണ്, ചാർട്ടിൻ്റെ ടൈപ്പാണ്. ഇറ്റ് ഇസ് എ ബേസിക് ടൈപ്പ് ഓഫ് ചാർട്ടാണ്. ദ timeline data is horizontally displayed on the line chart while the price data is vertically displayed. The closing prices and connected to introduce a line chart. എപ്പോഴും നമ്മൾ ലൈൻ ചാർട്ടിൽ പ്ലോട്ട് ചെയ്യുന്നത് ഓരോ ദിവസത്തെയും ക്ലോസിംഗ് പ്രൈസാണ്. അപ്പോൾ ഓരോ സെക്യൂരിറ്റീസിനും ഒരു ഓപ്പണിംഗ് പ്രൈസും അതുപോലെ ഒരു ക്ലോസിംഗ് പ്രൈസും ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം, അതായത് ഇപ്പം ഒരു മൺഡേ മാർക്കറ്റ് ആണെങ്കിൽ മൺഡേയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റോക്കിന് ഒരു പ്രൈസ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് മൺഡേ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റോക്കിന് വേറൊരു പ്രൈസ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ക്ലോസിംഗ് പ്രൈസസ് മാത്രമാണ് ഇവിടെ പ്ലോട്ട് ചെയ്യുന്നത്
ലൈൻ ചാർട്ടിൽ നമ്മൾ പ്ലോട്ട് ചെയ്യാം. അത് മേ ബി നമുക്ക് ഡെയിലി കാണാം, അല്ലെങ്കിൽ വീക്ക്ലി ആയിട്ട് കാണാം, മന്ത്ലി ആയിട്ട് കാണാം, ആൻഡ് ഈവൻ അവർലി ബേസിസിൽ വരെ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം, ഈ പറയുന്ന ലൈൻ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഓരോ അവേഴ്സിലുള്ള ക്ലോസിങ് പ്രൈസസ് ഇങ്ങനെ ഡോട്ടായിട്ട് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലൈൻ ചാർട്ടിൽ അത് എന്താ പറയുക, നമുക്ക് കറക്റ്റായിട്ട് കാണിക്കാനായിട്ട് പറ്റും. ആൻഡ് ലൈൻ ചാർട്ടിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഓപ്പണിംഗ് പ്രൈസ്, അതിന് ഏറ്റവും ഹൈ പ്രൈസ്, ലോ പ്രൈസ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല ലൈൻ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ലൈൻ ചാർട്ടിൻ്റെ ഒരു പിക്ചർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈൻ ചാർട്ട് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമ്മൾ ലൈൻ അങ്ങനെ ഒരു ട്രെൻഡ് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈൻ ചാർട്ട് വരച്ചു എന്നുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തേതാണ് ബാർ ചാർട്ട്. ദിസ് ടൈപ്പ് ചാർട്ട് അല്ലെങ്കിൽ ദിസ് ചാർട്ട് ഡിസ്പ്ലേസ് ദ ഡാറ്റ സച്ച് ആസ് ഹൈ, ലോ, ഓപ്പൺ ആൻഡ് ക്ലോസ് വാല്യൂസ്. അപ്പോൾ ഈ പറയുന്ന ബാർ ചാർട്ട് കുറച്ചുകൂടി എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇൻഫർമേഷൻ തരുന്ന ഒരു ചാർട്ടാണ് ബാർ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഓപ്പണിംഗ് പ്രൈസ്, അതുപോലെ ക്ലോസിംഗ് പ്രൈസ്, അന്നത്തെ ഏറ്റവും ഹൈ പ്രൈസ്, ഏറ്റവും ലോ പ്രൈസ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു ബാർ ചാർട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് അതിനകത്ത് നമുക്ക് 2-3 കളേഴ്സിലൊക്കെ ആയിരിക്കും ഈ പറയുന്ന ബാർ ചാർട്ട് നമ്മൾ വരയ്ക്കാം. സാധാരണ ബാർ ചാർട്ട് പോലെയല്ല, ചില വ്യത്യാസമായ കളർ കൊടുത്തിട്ടാണ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് വെൻ ദ ഓപ്പൺ ഈസ് എബോവ് ദ ഡെയിലി ക്ലോസ്, അതായത് ഓപ്പൺ പ്രൈസ് എന്ന് പറയുന്നത് ക്ലോസിംഗ് പ്രൈസിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മളതിനെ ഗ്രീൻ കളർ വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ആൻഡ് വെൻ നേരെ തിരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ റെഡ് കളറായിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ബാർ ചാർട്ടിൽ ഈ പറയുന്ന ഹൈ പോയിൻ്റ്, ഏറ്റവും കൂടുതൽ പ്രൈസ് വന്നിട്ടുള്ള പോയിൻ്റ് ഏതാണ്, ഏറ്റവും ലോ പ്രൈസ് വന്നിട്ടുള്ള പോയിൻ്റ് ഏതാണെന്നുള്ളതൊക്കെ നമുക്കൊരു ട്രേഡിംഗ് റേഞ്ച് മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ബാർ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബാർ ചാർട്ട് നമ്മളൊരു നോർമൽ ബാർ ചാർട്ടല്ല, നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. കുറേ ബാർസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെഡ് കളറിലും ഗ്രീൻ കളറിലുമായിട്ടുള്ള ബാർസാണ് ഉണ്ടാവുക. ഇതിൽ ഈ 2 ലൈൻസ് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഓരോ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൈ ആൻഡ് ലോ പ്രൈസസ് ആണ് നമ്മൾ ആ ഒരു ബാറിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ബാർ ചാർട്ടിൽ ഉണ്ടാവുക ഓരോരോ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് ആയിരിക്കും മേ ബി ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റിയുടെ തന്നെ ഒരു മാസത്തെയോ അല്ലെങ്കിൽ ഒരു വീക്കിലെയോ പ്രൈസസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ബാർ ചാർട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഇങ്ങനെ റെഡ് കളറിലോ ഗ്രീൻ കളറിലോ ആയിരിക്കും എന്തുണ്ടാവുക, ബാർ ചാർട്ട് നമ്മൾ ഷോ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് പിന്നെ മൂന്നാമത്തെ ഒരു ടൈപ്പ് ഓഫ് ചാർട്ടാണ് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് എന്ന് പറയുന്നത് ഏറ്റവും പോപ്പുലറായിട്ട് നമ്മൾ ടെക്നിക്കൽ അനാലിസിസിൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ജാപ്പനീസ് ട്രേഡേഴ്സ് അല്ലെങ്കിൽ ജപ്പാനിൽ നിന്നുള്ള ആൾക്കാർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു ചാർട്ടാണ് ഈ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓൾ ഓവർ ദ വേൾഡിൽ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇത് നമുക്ക് ബാർ ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും ഷേപ്പിൽ ഡിഫറൻസ് ഉള്ള ഒരു ചാർട്ടാണ് ഈ പറയുന്ന ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ലൈക്ക് എ ക്യാൻഡിൽ, ഒരു ക്യാൻഡിലിൻ്റെ ഷേപ്പായിരിക്കും നോർമലി ഇതിനുണ്ടാവുക. അപ്പോൾ ഇതിൽ ഈ പറയുന്ന പോലെ ഒരു ക്യാൻഡിലിൻ്റെ ഷേപ്പ് ഉണ്ടാവും, വിത്ത് ഓപ്പൺ പ്രൈസ് ഉണ്ടാവും, ക്ലോസ് പ്രൈസ്, ഹൈ ആൻഡ് ലോ വാല്യൂസ് മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. നമ്മുടെ ബാർ ചാർട്ടിലുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഇതിലുണ്ടാവുക, പക്ഷേ വരയ്ക്കുന്ന രീതി കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന വെൻ ദ ഓപ്പൺ പ്രൈസ് ഇസ് ഹയർ ദാൻ ദി ക്ലോസ്, എപ്പോഴും നമ്മൾ ഓപ്പൺ പ്രൈസ് ക്ലോസിംഗ് പ്രൈസിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ ക്യാൻഡിൽസിനെ നമ്മൾ ഗ്രീനോ വൈറ്റോ ആയിട്ട് ഉള്ള കളറിലാണ് വയ്ക്കുക, അല്ലെങ്കിൽ തിരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതായത് ഓപ്പൺ പ്രൈസ് ക്ലോസ് പ്രൈസിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ഓർ വൈറ്റ് കളറിലാണ് നമ്മൾ വയ്ക്കുക, ക്യാൻഡിൽസിനെ കളർ വെച്ചിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുക. ആൻഡ് നേരെ തിരിച്ചിട്ടാണെങ്കിൽ നമ്മളത് ഓപ്പോസിറ്റ് രീതിയിലാണ് വയ്ക്കുക. അപ്പോൾ അതും നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഗ്രീനും റെഡും കാണിച്ചിട്ടുണ്ട്. ചില ക്യാൻഡിൽ സ്റ്റിക്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കാറുണ്ട്, ചിലതിൽ ഈ പറയുന്ന പോലെ ഗ്രീൻ ഓർ വൈറ്റ് കാണിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ക്യാൻഡിൽ സ്റ്റിക്ക് ക്യാൻഡിൽ മാതിരിയാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഒരു ക്യാൻഡിൽ ഷേപ്പാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് ഷോർട്ട് ആൻസറൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിനെ ഒന്ന് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതൊന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, ദെൻ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിനെ കുറച്ചുകൂടി ഒന്ന് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ബുള്ളിഷ് ട്രെൻഡിലാണ് നമ്മുടെ സ്റ്റോക്ക് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ കളറ് ഗ്രീൻ ഓർ വൈറ്റ് ആയിരിക്കും ഉണ്ടാവുക. ബുള്ളിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യും, അപ്വേർഡ് പോണതിനെയാണ് നമ്മൾ ബുള്ളിഷ് ട്രെൻഡ് എന്ന് പറയുക. അതായത് പ്രൈസ് കൂടുന്ന ഒരു ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് നമ്മുടെ സെക്യൂരിറ്റി ഇരിക്കണമെങ്കിൽ അതിനെയാണ് നമ്മൾ വിളിക്കുക, ബുള്ളിഷ് ട്രെൻഡ് എന്ന് വിളിക്കുക. ആൻഡ് ബാരിഷ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റാണ്, പ്രൈസ് കുറയുന്ന ഒരു സെക്യൂരിറ്റീസാണ്. അപ്പോൾ പ്രൈസ് കുറയുകയാണെങ്കിൽ അതിൻ്റെ കളറ് റെഡ് ഓർ ബ്ലാക്ക് ആയിരിക്കും ഉണ്ടാവുക, റെഡ് അല്ലെങ്കിൽ ബ്ലാക്ക്.
അല്ലെങ്കിൽ പ്രൈസ് അതായത് ബുള്ളിഷ് ട്രെൻഡ് ആണെങ്കിൽ അതിന് ഗ്രീൻ ഓർ വൈറ്റ് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. റെഡോ ഗ്രീനോ അല്ലെങ്കിൽ ബ്ലാക്ക്, വൈറ്റ് ഓർ ബ്ലാക്ക് അങ്ങനെ കളറാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ അത് ഒന്ന് നോക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ പിക്ചറിൽ നമുക്ക് റെഡും ഗ്രീനും ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റെഡ് ഉള്ളതൊക്കെ എന്താണ് ബെയറിഷ് ട്രെൻഡ് ഉള്ളതും, ഗ്രീൻ ഉള്ളതൊക്കെ ബുള്ളിഷ് ട്രെൻഡ് ഉള്ളതുമായിട്ടുള്ള ക്യാൻഡിൽസാണ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഈ സെക്യൂരിറ്റി അനാലിസിസിൻ്റെ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ മുകളിൽ ടൈറ്റിൽസ് കൊടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അസംഷൻസ് ഓർ പ്രിൻസിപ്പിൾസ് ഓഫ് എന്താണ് സെക്യൂരിറ്റി അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ് ആണ് ഈ കൊടുത്തിട്ടുള്ള പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അസംഷൻസ് ഓഫ് ടെക്നിക്കൽ അനാലിസിസിനുള്ള ക്വസ്റ്റ്യൻ ആൻസറാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇൻ കേസ് ഹെഡിങ്സ് ഇല്ലാത്തത് കൊണ്ട് ഇനി അത് മനസ്സിലായില്ല അല്ലെങ്കിൽ അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ ആവരുത്. അപ്പോൾ ഈ പറയുന്ന അസംഷൻസ് ഓഫ് ടെക്നിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ടെക്നിക്കൽ അനാലിസിസ് ആണ് ഈ കൊടുത്തിരിക്കുന്നതൊക്കെ. അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അസംഷൻ എന്ന് പറയുന്നത് ദ മാർക്കറ്റ് ഡിസ്കൗണ്ട്സ് എവറിത്തിങ്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഒരു ബിലീഫ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിനെ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാർക്കറ്റ് എന്ത് ചെയ്യും, നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും കറക്റ്റായിട്ട് തരും എന്നുള്ളതാണ് ഒരു അസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചില ബുക്സിൽ നമ്മൾ മാർക്കറ്റ് ഡിസ്കൗണ്ട്സ് എവറിത്തിങ്ങിന് പകരം പ്രൈസ് ഡിസ്കൗണ്ട്സ് എവറിത്തിങ് എന്ന് കാണിക്കാറുണ്ട്. അപ്പോൾ ഈ രണ്ടും കറക്റ്റാണ്. അപ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്ന സ്റ്റോക്കിൻ്റെ പ്രൈസ് എപ്പോഴും ഒരുപാട് കാര്യങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളെ നമുക്ക് കാണിച്ചു തരുന്ന ഒന്നാണ് ഈ പറയുന്ന പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്യൂരിറ്റീൻ്റെ പ്രൈസസ് നമ്മുടെ മാർക്കറ്റിൽ വരുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിൻ്റെ എന്താണ് സപ്ലൈ അല്ലെങ്കിൽ ഡിമാൻഡ്, അതുപോലെ അവരുടെ ഹോപ്പ്, അവരുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്, അവരുടെ സംശയങ്ങൾ അല്ലെങ്കിൽ ഭയം, ആങ്സൈറ്റീസ്, അതുപോലെ മറ്റ് പല കാര്യങ്ങളെയും റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടെക്നിക്കൽ അനാലിസിസിൻ്റെ മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് ഏതാണ്, മാർക്കറ്റ് ഡിസ്കൗണ്ട്സ് എവറിത്തിങ്. മാർക്കറ്റിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഒരു അസംഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് മാർക്കറ്റ് മൂവ്സ് ഇൻ എ ട്രെൻഡ്. മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നു, ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്നുണ്ട്. എപ്പോഴും മാർക്കറ്റിന് ഒരു ട്രെൻഡ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോക്ക് പ്രൈസസ് എപ്പോഴും ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അടുത്തൊരു അസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് അസ്യൂംസ് ദാറ്റ് ദ പ്രൈസ് ക്രിയേറ്റ് എ ട്രെൻഡ്, പ്രൈസ് മൂവ്സ് ഇൻ ട്രെൻഡ് ആൻഡ് ദോസ് ട്രെൻഡ്സ് ടെൻഡ് ടു റിമൈൻ റിലേറ്റീവ്ലി ലോങ് പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ഈ ട്രെൻഡ് പോകുന്നത് ഒരുപാട് കാലം, ഇപ്പോൾ നമ്മൾ പറയില്ലേ ബുള്ളിഷ് ട്രെൻഡ് എന്ന് പറയുന്നത് കുറച്ച് കാലം അവിടെ നിലനിൽക്കും, ബാരിഷ് ആണെങ്കിൽ അത് കുറച്ച് കാലം അവിടെ നിലനിൽക്കും. അപ്പോൾ ഇങ്ങനെ രീതിയിൽ ഒരു ട്രെൻഡ് മാർക്കറ്റിൽ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ പറയുന്ന അടുത്തൊരു അസംഷനായിട്ട് വരുന്നത്. ആൻഡ് പ്രൈസ് മേ ഓൾസോ ജനറേറ്റ് എ പാറ്റേൺസ്. പ്രൈസസ് എന്ത് ചെയ്യുന്നു, ഒരു പാറ്റേണിലാണ് എപ്പോഴും പോവുക. അപ്പോൾ അത് കൃത്യമായിട്ടൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒരു അടുത്തൊരു അസംഷനാണ്. ആൻഡ് നമ്മുടെ മൂന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ്. നമുക്കറിയാം ഹിസ്റ്ററി, അതായത് ചരിത്രം എപ്പോഴും എന്ത് ചെയ്യും, ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പറയുന്ന ടെക്നിക്കൽ അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് എപ്പോഴും ബിലീവ് ചെയ്യുന്നൊരു കാര്യം, ടെക്നിക്കൽ അനലിസ്റ്റ് എപ്പോഴും എന്താണ് പാസ്റ്റ് പ്രൈസ് മൂവ്മെൻറ്റ്സ് ആണ് സ്റ്റഡി ചെയ്യുന്നത്. പാസ്റ്റ് പ്രൈസ് മൂവ്മെൻറ്റ്സ് എന്ത് ചെയ്യും വെച്ചിട്ട് നമുക്ക് ഫ്യൂച്ചറും എന്ത് ചെയ്യാനായിട്ട് പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു സെക്യൂരിറ്റി കുറേ കാലമായിട്ട് അപ്വേർഡ് ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ ഈ ടെക്നീഷ്യൻസ് ബിലീവ് ചെയ്യുന്നത് എന്താണ്, ഇനിയും ആ സെക്യൂരിറ്റി എന്ത് ചെയ്യും, അപ്വേർഡ് ട്രെൻഡ് തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഒരു സൈക്കോളജി ഇൻവെസ്റ്റേഴ്സിൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടാവും. ആൻഡ് ആ ഒരു തോന്നലിൽ നിന്നാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ഒരുപാട് സെക്യൂരിറ്റീസ് വാങ്ങിക്കൂട്ടുകയും ഒരുപാട് ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നത്. ആൻഡ് അതിൽ കുറച്ച് സെക്യൂരിറ്റീസ് സെയിൽ ഔട്ട് ചെയ്യാൻ തുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങും, ആ സെക്യൂരിറ്റീസ് മുഴുവനും സെയിൽ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അടുത്തൊരു അസംഷനായിട്ട് പറയുന്നത്. അപ്പോൾ ഈ 3 അസംഷൻസാണ് ടെക്നിക്കൽ അനാലിസിസിലുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഇനി നോക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് തിയറീസ് ആണ്. മെയിനായിട്ട് 2 തിയറീസാണ് സ്റ്റോക്ക് മാർക്കറ്റ് തിയറീസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഡോ തിയറിയാണ്. അപ്പോൾ ഡോ തിയറി എന്ന് പറയുന്നത് ലേറ്റ് 19th സെഞ്ച്വറിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു തിയറിയാണ്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ചാൾസ് ഡോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്നീഷ്യനാണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് തിയറീസൊക്കെ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് കാലത്ത് റിസർച്ചൊക്കെ ചെയ്തിട്ടുള്ള ഒരു പേഴ്സണാണ് ഈ പറയുന്ന ചാൾസ് ഡോ എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഫാദറായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഫാദർ ഓഫ് ടെക്നിക്കൽ അനാലിസിസ് എന്നുള്ളത് ഒന്ന് ഓർത്ത് വയ്ക്കുക, ചാൾസ് ഡോ ആണ്. അപ്പോൾ ഈ പറയുന്ന ചാൾസ് ഡോ അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസിലെ ഡോ തിയറി എന്ന് പറയുന്നത് അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട്
ടെക്നിക്കൽ അനാലിസിസുമായിട്ടും ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു തിയറിയാണ് ഈ പറയുന്ന ഡോ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ the basic idea of Dow theory is that market price action reflects all available informations and the market price movement is comprised of three main trends. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഡോ തിയറിയിൽ അദ്ദേഹം പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് ഒരു മാർക്കറ്റിലെ സ്റ്റോക്കിൻ്റെ പ്രൈസ്, ആ പ്രൈസ് ആ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ തരം ഇൻഫർമേഷൻസിനെയും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു പ്രൈസ്, നമുക്കൊരു സെക്യൂരിറ്റിയുടെ പ്രൈസ് കൂടുകയാണോ കുറയുകയാണോ എന്നുള്ളത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ആ മാർക്കറ്റിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് ഉണ്ടോ, അതായത് ആ കമ്പനീനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ആ കമ്പനി നിൽക്കുന്ന ഇൻഡസ്ട്രീനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സെക്യൂരിറ്റീനെ കുറിച്ചിട്ട് കിട്ടുന്ന എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് എവിടെ പറ്റും, ഈ പറയുന്ന പ്രൈസ് നോക്കിയാൽ, അല്ലെങ്കിൽ പ്രൈസിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പറയുന്ന ഒരു ഡോ തിയറിയുടെ ഒരു പാർട്ട് എന്ന് പറയുന്നത്. ആൻഡ് രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് മാർക്കറ്റിലെ പ്രൈസ് മൂവ്മെൻറ്റ്സ് 3 മെയിൻ ട്രെൻഡുകളാണ് എപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഈ 3 മെയിൻ ട്രെൻഡുകൾ വെച്ചിട്ട് മാത്രമേ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലെ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി മാർക്കറ്റിലെ ഒരു പ്രൈസ് അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ത് ചെയ്യുള്ളൂ, മൂവ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ഡോ തിയറിയിൽ പറയുന്ന അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ദ ഡോ തിയറി ഈസ് എ ടെക്നിക്കൽ തിയറി ദാറ്റ് പ്രഡിക്ട്സ് ആൻ അപ്വേർഡ് ട്രെൻഡ് ഇൻ ദ മാർക്കറ്റ് ഇഫ് വൺ ഓഫ് ഇറ്റ്സ് averages advantage about the previous significant advantage. അപ്പോൾ ഈ പറയുന്ന ഡൗ തിയറി എന്ന് പറയുന്നത് എപ്പോഴും ഒരു അപ്വാർഡ് ട്രെൻഡോ ഡൗൺവാർഡ് ട്രെൻഡോ ഉള്ള ഒരു സെക്യൂരിറ്റിക്ക് അടുത്ത ട്രെൻഡ് എന്ന് പറയുന്നത്, അപ്പോൾ അപ്വാർഡ് മൂവ്മെൻറ്റ് നടത്തുന്ന ഒരു സെക്യൂരിറ്റി അതിൻ്റെ അടുത്ത മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതൊരു ഡൗൺവാർഡ് മൂവ്മെൻ്റ് ആയിരിക്കും. ഡൗൺവാർഡ് വന്നിട്ടുള്ള ഒരു സെക്യൂരിറ്റിയുടെ അടുത്ത മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു അപ്വാർഡ് മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് സെക്യൂരിറ്റിയുടെ പ്രൈസ് മൂവ് ചെയ്യുന്നതെന്നുള്ളതാണ് ഡൗ തിയറീൻ്റെ അടുത്തൊരു അസംഷനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡൗ തിയറിയിൽ പറയുന്ന മെയിൻ കോമ്പോണൻറ്റ്സ് ആണ്. അപ്പോൾ ഡൗ തിയറിയുടെ മെയിൻ കോമ്പോണൻറ്റ്സിൽ നമ്മൾ ആദ്യം നോക്കുന്നത് എത്ര ട്രെൻഡ്സ്, 3 ട്രെൻഡ്സാണ് മാർക്കറ്റിലുള്ളതെന്നാണ് ഡൗ തിയറിയിൽ പറയുന്നത്. ദർ ആർ 3 പ്രൈമറി കൈൻഡ്സ് ഓഫ് മാർക്കറ്റ് ട്രെൻഡ്സ്. എവിടെയൊക്കെയാണ് ഈ പറയുന്ന മാർക്കറ്റിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ പറയുന്ന മാർക്കറ്റ് ട്രെൻഡ്സ് എന്ന് പറയുന്നത് ഒരു വർഷമോ അതിൽ കൂടുതലോ ജസ്റ്റ് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന ട്രെൻഡ്സാണ്. അതിപ്പം ബുൾ മാർക്കറ്റ് ആയാലും ബെയർ മാർക്കറ്റ് ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഈ പറയുന്ന ട്രെൻഡ്സിൽ നമുക്ക് പ്രൈമറി ട്രെൻഡ്സ് ഉണ്ട്, സെക്കൻഡറി ട്രെൻഡ്സ് ഉണ്ട്, അതുപോലെ നമുക്കൊരു മൈനർ ട്രെൻഡ്സും ഇതിനിടയിലുണ്ട്. അപ്പോൾ ഈ 3 ട്രെൻഡ്സാണ് നോർമലി എവിടെ ഉണ്ടാവുക, ഒരു മാർക്കറ്റിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ പറയുന്ന പ്രൈമറി ട്രെൻഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും മാർക്കറ്റിൽ ഒരു 1 ഇയർ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് അത്രയും കാലം നിലനിൽക്കുന്ന ട്രെൻഡ്സാണ് പറയുന്ന പ്രൈമറി ട്രെൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു മാർക്കറ്റിനെ എന്താക്കി മാറ്റും, ബുൾ മാർക്കറ്റോ ബെയർ മാർക്കറ്റോ ആക്കിയിട്ട് മാറ്റാനായിട്ട് പറ്റും. ആൻഡ് ഈ പറയുന്ന ബുൾ മാർക്കറ്റോ ബെയർ മാർക്കറ്റോ ആയിട്ട് നിലനിൽക്കുന്ന മാർക്കറ്റ് പെട്ടെന്ന് അടുത്ത ഒരു സെക്കൻഡറി ട്രെൻഡിലേക്ക് മാറും. അപ്പോൾ സെക്കൻഡറി ട്രെൻഡ് എന്ന് പറയുന്നത് നോർമലി പ്രൈമറി ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ പ്രൈമറി ഒരു ബുൾ മാർക്കറ്റാണ് അല്ലെങ്കിൽ ബുൾ മാർക്കറ്റ് ട്രെൻഡാണ് ഉള്ളതെങ്കിൽ, ഒരു അപ്വേർഡ് ട്രെൻഡാണ് എന്നുള്ളതെങ്കിൽ സെക്കൻഡറി ട്രെൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ഒരു ബുൾ മാർക്കറ്റിൽ നിൽക്കുന്നത് അടുത്തത് എവിടേക്കാണ് പോവുക, ഒരു ബെയർ മാർക്കറ്റായിട്ടാണ് മാറുക. അപ്പോൾ പ്രൈമറി ട്രെൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എവിടെ എന്ത് വരിക, സെക്കൻഡറി ട്രെൻഡ് വരിക. അപ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. അപ്പോൾ ബുള്ളുള്ളത് ബെയറായിട്ട് മാറും, ബെയറുള്ളത് ബുള്ളായിട്ട് മാറും. ആൻഡ് ഇത് ഒരു എന്താണ് 6 months അല്ലെങ്കിൽ ഒരു 1 year വരെ നിൽക്കുന്ന ഒരു ട്രെൻഡാണ് ഈ പറയുന്നത് സെക്കൻഡറി ട്രെൻഡ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു 3 weeks അല്ലെങ്കിൽ ഒരു 3 months ഒക്കെ ആയിരിക്കും ചിലപ്പോൾ എന്തുണ്ടാവുക, സെക്കൻഡറി ട്രെൻഡ് ഉണ്ടാവുക. ആൻഡ് ഫൈനലി നമ്മളൊരു മൈനർ ട്രെൻഡിലേക്ക് മൂവ് ഓൺ ചെയ്യും. ഈ പറയുന്ന മൈനർ ട്രെൻഡ് എന്ന് പറയുന്നത് വളരെ ചെറിയ കാലം, കുറച്ച് കാലം മാത്രം നിലനിൽക്കുന്ന ട്രെൻഡാണ് ഈ പറയുന്ന മൈനർ ട്രെൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്താണ്, പക്ഷേ ഒരുപാട് എമൗണ്ട് ഓഫ് മണി അല്ലെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് പെട്ടെന്ന് സെക്യൂരിറ്റിയുടെ പ്രൈസിൽ ചേഞ്ചസ് കൊണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് ഈ പറയുന്ന മൈനർ ട്രെൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ട്രെൻഡ്സാണ് മെയിനായിട്ട് മാർക്കറ്റിൽ ഉണ്ടാവുക, പ്രൈമറി, സെക്കൻഡറി ആൻഡ് മൈനർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന പ്രൈമറി ട്രെൻഡ്സ് എന്ന് പറയുന്നത് ആ പ്രൈമറി ട്രെൻഡ്സിനും ചെന്നുണ്ടാവും, കുറച്ച് ഡ്യൂറേഷൻ കൂടുതലുള്ള ട്രെൻഡ് ആയതുകൊണ്ട് അതിന് 3 phases കൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതും ഡൗ തിയറിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അക്കോർഡിംഗ് ടു ഡൗ തിയറി ഇൻ എ ബുൾ മാർക്കറ്റ് ദീസ് ആർ ദി അക്കുമുലേഷൻ ഫേസ്, പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഫേസ് ആൻഡ് എക്സസ് ഫേസ്. അങ്ങനെ 3 phases ആണുള്ളത്. അപ്പോൾ ഈ പറയുന്ന പ്രൈമറി ട്രെൻഡിൻ്റെ 3 phases ആണ് പറയുന്നത്. പ്രൈമറി ട്രെൻഡിന് ദർ ആർ 3 phases. അപ്പോൾ ഏതൊക്കെയാണ്, അതൊരു ബുൾ മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബുൾ മാർക്കറ്റ് എന്ന് പറയുന്നത് പ്രൈസ്
സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് അപ്വേർഡ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ബുൾ മാർക്കറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ ബുൾ മാർക്കറ്റിൽ എന്ത് സംഭവിക്കും, അക്കുമുലേഷൻ ഫേസ്, അതായത് ഒരുപാട് ബയേഴ്സ് ആ ഒരു സെക്യൂരിറ്റി മാത്രം എന്ത് ചെയ്യും, ബൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ അവർ അക്കുമുലേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ഫേസ് ഉണ്ട്. പിന്നെ അതുപോലെ അതിലേക്ക് പബ്ലിക് പാർട്ടിസിപ്പേഷൻ വരും. അതായത് ഒരു വലിയ കൂട്ടം ആൾക്കാർ എന്ത് ചെയ്യും, ആ സെക്യൂരിറ്റി പർച്ചേസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, അപ്വേർഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് എക്സസ് ഫേസ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഒരു മെജോറിറ്റി ബയേഴ്സും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ആ ഒരു സെക്യൂരിറ്റി മാത്രം തന്നെ വാങ്ങിയിട്ട് അതിൻ്റെ പ്രൈസ് ഏറ്റവും മാക്സിമത്തിൽ എത്തുന്ന ഒരു ഫേസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എക്സസ് ഫേസ് എന്ന് വിളിക്കുക. ദെൻ ബെയർ മാർക്കറ്റ് ആണെങ്കിൽ നമ്മളതിന് 3 ഫേസസ് അപ്പോഴും പറയുന്നുണ്ട്. അത് ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ആണ്, പിന്നെ പബ്ലിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് പാനിക്. അപ്പോൾ ബെയർ മാർക്കറ്റിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് പ്രൈസ് ഡൗൺ ചെയ്യുന്നൊരു ഫേസാണ്. അപ്പോൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ എന്ത് ചെയ്യും, കുറച്ച് ആൾക്കാർ ഒരു സെക്യൂരിറ്റി സെയിൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ആണ്. പിന്നെ പബ്ലിക് പാർട്ടിസിപ്പേഷനാണ്. നമ്മുടെ ബെയർ മാർക്കറ്റിൽ ബുൾ മാർക്കറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പബ്ലിക് അല്ലെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു സാധനം കാണും. അതായത് ഒരു പർട്ടിക്കുലർ സെക്യൂരിറ്റി മാത്രം ആൾക്കാർ സെയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണും. അപ്പോൾ എന്തോ ഒരു കുഴപ്പം വരാനുണ്ട് എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പബ്ലിക് പാർട്ടിസിപ്പേഷൻ സ്റ്റേജായി. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പാനിക് ഫേസ് ആണ്, അല്ലെങ്കിൽ ദ ഡിസപ്പിയർസ് ഫേസ്. അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും മാക്സിമം ആൾക്കാരും അവരുടെ കയ്യിലുള്ള ഈ പർട്ടിക്കുലർ സെക്യൂരിറ്റി സെയിൽ ഔട്ട് ചെയ്യും. അതായത് എങ്ങനെയെങ്കിലും വിറ്റ് ഒഴിവാക്കും. അതായത് മേ ബി ഈ കമ്പനി പൂട്ടി പോകുന്നോ അല്ലെങ്കിൽ ഈ സെക്യൂരിറ്റി ഇനി ബെറ്റർ ആവില്ല എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യും, ഭയങ്കര പാനിക്കായി അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള സെക്യൂരിറ്റീസ് മുഴുവനും സെയിൽ ഔട്ട് ചെയ്യുന്നൊരു സ്റ്റേജ് വരും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, പ്രൈസ് ഭയങ്കര ലോ ആയിട്ട് വരും. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മുടെ എവിടെ ഉണ്ടാവുക, ബെയർ മാർക്കറ്റിൽ ഉണ്ടാവുക. അപ്പോൾ ഇതും ഒന്ന് ഓർത്ത് വയ്ക്കുക. അതായത് പ്രൈമറി ട്രെൻഡ്സിൽ വരുന്ന 3 ഫേസസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. സോ നമ്മുടെ രണ്ടാമത്തെ തിയറിയാണ് എലിയോട്ട് വേവ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ എലിയോട്ട് വേവ് തിയറി വാസ് ഡെവലപ്ഡ് ബൈ റാൽഫ് നെൽസൺ എലിയോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്നീഷ്യനാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് 1939. അപ്പോൾ 1930s ഒരു അമേരിക്കൻ അക്കൗണ്ടൻറ്റ്, ഓതർ, അങ്ങനെ പല കരിയേഴ്സിൽ പോയിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന റാൽഫ് നെൽസൺ എലിയോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് വർഷം സ്റ്റോക്ക് മാർക്കറ്റിനെ റിസർച്ച് ചെയ്ത് അദ്ദേഹം എന്ത് കണ്ടുപിടിച്ചു, അദ്ദേഹത്തിൻ്റെ ഫോർകാസ്റ്റിൽ അയാൾ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. ആൻഡ് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു തിയറി പ്രൂവൻ തിയറിയാണ് ഈ പറയുന്ന എലിയോട്ട് വേവ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പോർട്ട്ഫോളിയോ മാനേജേഴ്സും അതുപോലെ നമ്മുടെ ടെക്നീഷ്യൻസും ഉപയോഗിക്കുന്ന ഒരു തിയറി കൂടിയാണ്, അല്ലെങ്കിൽ ബിലീവ് ചെയ്യുന്ന ഒരു തിയറി കൂടിയാണ് എലിയോട്ടിൻ്റെ വേവ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പേര് മാതിരി തന്നെ ഒരു വേവ്, നമുക്കറിയാം വേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരു വേർഡാണ്. ഇപ്പോൾ വേവ് എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലെ വേവ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മൂവ്മെൻറ്റ് ഓഫ് മാർക്കറ്റ് പ്രൈസ് ഫ്രം വൺ ചേഞ്ച് ഇൻ എ ഡയറക്ഷൻ ടു ദ നെക്സ്റ്റ് ചേഞ്ച് ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പോൾ ഈ പറയുന്ന പ്രൈസ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത പ്രൈസസ് അടുത്തത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക. ആൻഡ് അതിൻ്റെ അടുത്ത മൂവ്മെൻറ്റ് വീണ്ടും എവിടേക്ക് പോകും, ആദ്യം എന്ത് മൂവ്മെൻ്റ് ആണോ എടുത്തിട്ടുള്ളത് ആ മൂവ്മെൻറ്റിൽ തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒരു വേവ് രീതിയിൽ അല്ലെങ്കിൽ ഒരു വേവിൻ്റെ രീതിയിലാണ് നമ്മുടെ പ്രൈസ് മൂവ്മെൻറ്റ്സ് പോകുന്നത് എന്നുള്ളതാണ് എലിയോട്ടിൻ്റെ വേവ് തിയറിയിൽ എലിയോട്ട് പറയുന്ന കാര്യം. അപ്പോൾ വേവ്സ് ആർ ദ റിസൾട്ട് ഓഫ് ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഇമ്പൾസ് അറൈസിങ് ഡ്യൂ ടു ഡിമാൻഡ് ആൻഡ് സപ്ലൈ പ്രഷർ ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ ഈ പറയുന്ന ഓരോ വേവ്സും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്, ഡിമാൻഡും സപ്ലൈയും കൊണ്ടാണ്. അപ്പോൾ മാർക്കറ്റിൽ വരുന്ന ഒരു ബൾക്കായിട്ട് ഒരു പർട്ടിക്കുലർ സെക്യൂരിറ്റി ആൾക്കാർ വാങ്ങുമ്പോൾ അവിടെ ഒരു അപ്വേർഡ് ട്രെൻഡ് ഉണ്ടാവും. ബൾക്കായിട്ട് ഒരു കൂട്ടം സെക്യൂരിറ്റീസ് ആൾക്കാർ സെയിൽ ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും, അവിടെ ഒരു ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സംഭവമാണ് ആക്ച്വലി എലിയോട്ടിൻ്റെ വേവ് തിയറിയിൽ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എലിയോട്ടിൻ്റെ കോൺസെപ്റ്റ് പ്രകാരം ദർ ആർ 4 വേവ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ വേവ് 1 എപ്പോഴും എങ്ങനെയായിരിക്കും, ഒരു അപ്വേർഡ് വേവ് ആയിരിക്കും. വേവ് 2 എന്ന് പറയുന്നത് സ്റ്റോക്സൊക്കെ ഓവർ വാല്യൂ ചെയ്തിട്ട് അവിടെ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യും, അവിടെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റി സെയിൽ ചെയ്യും. അപ്പോൾ അവിടെ എന്തുണ്ടാവും, ചെറിയൊരു സ്ലൈറ്റ് ആയിട്ടൊരു ഡൗൺവേർഡ് ട്രെൻഡ് ഉണ്ടാവും. അഗെയിൻ ഡൗൺവേർഡ് ട്രെൻഡ് വന്ന ഒരു വേവിന് അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് മൂവ്മെൻറ്റിൽ നിന്ന് അടുത്തൊരു കുറച്ചും കൂടി ലോങ്ങസ്റ്റ് ആയിട്ട് മൂന്നാമത്തെ ഒരു വേവ് അപ്വേർഡായിട്ട് വരും. അതാണ് നമ്മുടെ മൂന്നാമത്തെ വേവായിട്ട് വരുന്നത്. ആൻഡ് ദി ഫോർത്ത് വേവ് എന്ന് പറയുന്നത് ഏറ്റവും പീക്ക് സ്റ്റേജിലായിരിക്കും മൂന്നാമത്തെ വേവിൻ്റെ അവസാനം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൈസ് കിട്ടുന്നൊരു സ്റ്റേജ് ആയിരിക്കും. ആ സ്റ്റേജിൽ നിന്ന് ആൾക്കാർ എന്ത് ചെയ്യും, ലാഭം എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ച് സെക്യൂരിറ്റി സെയിൽ ചെയ്യും. ഓട്ടോമാറ്റിക്കായിട്ട് അത് കണ്ട് ബാക്കി ഇൻവെസ്റ്റേഴ്സും സെക്യൂരിറ്റീസ് സെയിൽ ചെയ്യും. ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈസ് ഡൗൺ ചെയ്യും. അപ്പോൾ നാലാമത്തെ വേവ് എന്ന് പറയുന്നത് ഒരു ഡൗൺവേർഡ് വേവ് ആയിരിക്കും.
അപ്പോൾ ഇതാണ് ആക്ച്വലി എലിയോട്ടിൻ്റെ വേവ് തിയറിയിൽ പറയുന്നത്. ദർ ആർ 4 waves, 1 upward, then downward, then upward and downward. ഈ 4 വേവ്സ് ആണ് എലിയോട്ടിൻ്റെ വേവ് തിയറിയിൽ പറയുന്നത്. സോ അപ്രോച്ച് ടു സെക്യൂരിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.